രണ്ടാമത്തെ ആഴ്ചയുടെ അവസാനത്തെ നാളുകളിലേക്ക് കടക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6. ഇതിനോടകം തന്നെ സംഭവബഹുലമായ രംഗങ്ങൾക്കാണ് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ഫോൺ കോൾ വലിയ വിവാദങ്ങളിലേക്കാണ് വഴി തെളിയിച്ചിരിക്കുന്നത്. അകത്തും പുറത്തും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോയ്ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെക്കുറിച്ച് ജാസ്മിന് സൂചന ലഭിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയയുടെ ആരോപണം. ഇതിനുശേഷം ഗബ്രിയുമായി ജാസ്മിൻ അകലം പാലിക്കുന്നതായും സോഷ്യൽ മീഡിയ സൂചിപ്പിക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഫിറോസ് ഖാൻ. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോംബോ ബിഗ് ബോസിന് പോലും ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് ഫിറോസ് ഖാൻ ഇപ്പോൾ തുറന്നു പറയുന്നത്. ബിഗ് ബോസിന് പോലും ഇഷ്ടപ്പെടുന്നില്ല ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ലവ് തന്ത്രങ്ങൾ. ബിഗ് ബോസ് കഴിഞ്ഞ തവണ ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നതെന്ന് ചോദിക്കുന്നുമുണ്ട്. അതിനർത്ഥം ആ ലവ് തന്ത്രങ്ങളൊന്നും വേണ്ട, ഒരാളുടെ വാലായി തുടരേണ്ട എന്നതാണ്. അവരുടെ തന്ത്രങ്ങൾ ബിഗ് ബോസിന് പോലും അരോചകരമായി തോന്നിയതിനാലാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഫിറോസ് ഇപ്പോൾ തുറന്നു പറയുന്നു. റോക്കി എത്ര ടോക്സിക് ആണെന്ന് പറഞ്ഞാലും പവർ ടീമിനെ റോസ്റ്റ് ചെയ്യാനുള്ള ആക്ട് കൊടുത്തപ്പോൾ മറ്റൊരു ടീം ഗബ്രിയെയും ജാസ്മിനെയും ചേർത്ത് സ്റ്റോറി ഉണ്ടാക്കിയാണ് റോസ്റ്റ് ചെയ്തത്. പക്ഷേ ജാസ്മിൻ്റെ വീട്ടിൽ നിന്നും വിളിച്ച ശേഷം ജാസ്മിൻ ഡെസ്പായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ റോസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. മാനുഷികമായ പരിഗണന നൽകണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ടീം മനുഷ്യത്വം വിട്ട ഗെയിമിനെ ഗെയിമായിട്ടെടുത്ത് റോസ്റ്റ് ചെയ്തു. ഞാൻ അതിനെ തെറ്റായിട്ടാണ് കാണുന്നത്. എന്നാൽ റോക്കി ആ ഏരിയ തൊട്ടതേ ഇല്ലെന്നാണ് ഫിറോസ് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് റോക്കിക്കും ജാസ്മിനും തമ്മിലാണ്. റോക്കിക്ക് നന്നായി റോസ്റ്റ് ചെയ്യാൻ അറിയാം, പക്ഷെ അവിടെ മാനുഷിക പരിഗണന നൽകി. അതിൽ റോക്കി അഭിനന്ദിക്കണം കേട്ടോ. പക്ഷേ ടോക്സിക് അല്ലെന്ന് പറയുന്ന ടീം തന്നെ മനുഷ്യത്വം കാണിച്ചില്ല. അച്ഛനെ ആശുപത്രിയിലായതിനാൽ മാനസികമായി തകർന്നിരിക്കുമ്പോൾ റോസ്റ്റ് ചെയ്തതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും ഫിറോസ് ഖാൻ പറയുന്നു. വീട്ടിൽ നിന്നും വന്ന കോളിന് ശേഷം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അച്ഛന് വയ്യ എന്നതാണ്. രണ്ടാമത്തേത്, എന്തോ ഒരു ഹിൻഡ് ജാസ്മിന് കിട്ടിയിട്ടുമുണ്ട്. ഇവരുടെ തന്ത്രങ്ങൾ പുറത്തിഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അച്ഛനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് കരുതുന്നു. അതിനാലാണ് അവൾ ആകെ അപ്സെറ്റ് ആകുന്നതും. ഈ ഗെയിം അച്ഛന് പോലും ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഗബ്രിയോട് പറയുകയും ചെയ്തുവെന്ന് വെള്ളപൂശാൻ ശ്രമിച്ചുവെന്നും ഫിറോസ് പറയുന്നുണ്ട്. കൈവിട്ടു പോയെന്ന് ജാസ്മിന് തന്നെ നന്നായി മനസ്സിലായി. അത് നന്നായെന്നും ഇനി ഈ വൃത്തികെട്ട തന്ത്രങ്ങളൊന്നും വേണ്ട എന്നും ഫിറോസ് തന്നെ പറയുന്നു. ബിഗ് ബോസും പരോക്ഷമായി അത് തന്നെയാണ് അറിയിച്ചതെന്നും ഫിറോസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ജാസ്മിനെതിരെ ഫിറോസ് ഖാൻ രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഫിറോസിൻ്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്.